ഫിസിയോതെറാപ്പി സെൻ്ററിൽ നിന്നാണ് കേട്ടോ. കറണ്ട് ചാർജൊക്കെ ഫുള്ളാക്കി കൊണ്ടുവന്നാണ്. കണ്ടോ കണ്ണിൽ കൂടി വെള്ളം വരുന്നത്. എന്തിനാ കരയുന്നത്? ആരും ഇല്ല എൻ്റെ മോൻ്റെ അടുത്ത്. എല്ലാവരും ഇട്ടിട്ട് പോയോ? ചേട്ടന്മാരും പോയി, എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ആദൂട്ടിക്ക് ആകപ്പാടെ വിഷമമായിട്ടോ. ഞങ്ങളും പോവുക. കുറേ കഴിയുമ്പോൾ ആദൂട്ടി അമ്മയും കൂടി പോകും ഒരു സ്ഥലം വരെ. അപ്പോൾ പിന്നെ വിഷയം കഴിയുമല്ലോ. ഞാനും എൻ്റെ മോനും കൂടി പോകും. നമ്മളിൻ്റെ കൂടി പോകും. എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് ആദൂട്ടിക്ക് ആകപ്പാടെ വിഷമം കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാനായില്ലേ. ചേച്ചിയും ചേട്ടനും വരുമൊക്കെ ചെയ്യും. നമ്മൾ വയനാട്ടിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് കാലിന് ഭയങ്കര വേദനയാണ്. പിന്നെ ആദൂട്ടിയുടെ MRIൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? MRIയുടെ മെഷീൻ അവിടെ കേടാണ്. അപ്പോൾ അത് എപ്പോഴാണോ വിളിച്ചിട്ട് കിട്ടുന്നത് അന്നേരം തന്നെ നമുക്ക് പോകണം കേട്ടോ. അതുകൊണ്ട് പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. വീട്ടിൽ നിന്നോ സ്കൂൾ അടച്ചിട്ട് പോകാൻ പറ്റിയില്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറുതായിട്ടൊരു വിഷമമുണ്ട് കേട്ടോ. പിന്നെ ചേച്ചീൻ്റെ ചേട്ടനും മക്കളും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. മക്കളുടെയൊക്കെ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു ഞാൻ എടുത്തു വെച്ചത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അത് ഇതായിപ്പോയി കേട്ടോ, ഡിലീറ്റ് ആയിപ്പോയി. എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ ആയിപ്പോയത്. അപ്പം അതുകൊണ്ട് നമ്മുടെ വിശേഷവും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. ചെറിയ ചെറിയ വീഡിയോകൾ അല്ലേ അതുട്ടി? അസുഖവും കാര്യങ്ങളൊക്കെ മാറിയേ. അതുട്ടിനെ കാണിച്ചു തരാം കേട്ടോ. കിടപ്പുണ്ട് കേട്ടോ. അതുട്ടിക്ക് ഭയങ്കര സങ്കടമാണ്. കണ്ണിക്കൂടി കണ്ണീരൊക്കെ വന്ന് കിടക്കും. എൻ്റെ കുട്ടി എല്ലാവരും എൻ്റെ കൊച്ചിനെ ഇട്ടിട്ട് പോയി. ഞങ്ങൾ പോകും. നമുക്ക് പോകണം കേട്ടോ. ഇടയെ കൊച്ചിനെ കൊണ്ട് നമ്മൾ കൊച്ചിനെ കൊണ്ട് പോകാം. നമുക്ക് എവിടെയാണ് പോകണ്ടേ? ജ്യൂസ് കുടിക്കാൻ പോയാലോ? ജ്യൂസും ഐസ്ക്രീമും കുടിക്കാൻ പോയാലോ? അതുട്ടിക്ക് ഭയങ്കര വിഷമം എല്ലാവരും പോയതുകൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചേച്ചിയും ചേട്ടനും എല്ലാം അടുത്ത ആഴ്ച വരും. അടുത്ത ശനിയാഴ്ച വരും. തിങ്കളാഴ്ച സ്കൂൾ തുറക്കും. ചേച്ചിയും ചേട്ടനൊക്കെ വരും. തിങ്കളാഴ്ച സ്കൂളിൽ പോകണ്ടേ ചേച്ചിക്കും ചേട്ടനൊക്കെ. അപ്പോൾ അവരൊക്കെ വരും. അന്നേരം നമ്മൾ അവരെ ഇട്ടിട്ട് പോകണം കേട്ടോ. അതുട്ടിക്ക് ഭയങ്കര വിഷമാണ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അമ്മയുടെ കുട്ടീൻ്റെ കൂടെ അമ്മയില്ല. പിന്നെ എന്താ കണ്ണീരാണ് കേട്ടോ. അതെൻ്റെ കൊച്ചിൻ്റെ കണ്ണീര് ഇനി എടുക്കട്ടെ പാവം. ഒരു ചുണ്ടിരി മുന്നീനെ അടിച്ചിനോടേ. ചുണ്ടിരിന് ഞാൻ അടിച്ചിട്ടേ എടുക്കട്ടേടി പെണ്ണേ. നമ്മുടെ പെണ്ണിനെ എടുക്കട്ടെ. എടുക്കുവാൻ പോവാണ്. കൂട്ടനൊക്കെ വയനാട് പോയിട്ടോ. ചേച്ചീൻ്റെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ എല്ലാം കൂടി ഒരു അടിപൊളി വീഡിയോ എടുത്തു വെച്ചതാണ്. ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞുകൂട്ടം വയനാട് പോയെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയില്ലേ പിന്നെന്താ കുഴപ്പം? അമ്മയില്ലേ പിന്നെന്താ പ്രശ്നം? ഇവിടെ എൻ്റെ മോൻ്റെ കൂടെ അമ്മയില്ലേ? സൗമ്യമ്മയില്ലേ? പിന്നെന്താ പ്രശ്നം എന്നൊന്ന് പറയുമോ? അടി കിട്ടാതെ തന്നെയാണോ? അമ്മ കൂടെ ഇല്ലേടി പെണ്ണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ചേച്ചീൻ്റെ മക്കൾ വന്ന കൂടെ വയനാട് പോയി. ഉണ്ണിക്കുട്ടനും ചേട്ടന്മാരും എല്ലാവരും കൂടി പോയി. അതാണ് ഇന്ന് അല്ലേ? ഓ അതിൻ്റെ ചെറിയ ചെറിയ സങ്കടത്തിലാണ് എൻ്റെ കുഞ്ഞു ബാബ. എൻ്റെ അമ്മേ. അതുട്ടിക്ക് കൂട്ടിന് ഇനി അമ്മയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മ അച്ഛൻ കൂടി എല്ലായിടത്തും കൊണ്ടുപോകും. ഐസ്ക്രീം മേടിച്ചു തരും, ചോക്ലേറ്റ് മേടിച്ചു തരും, എല്ലാം മേടിച്ചു തരും. കുഞ്ഞുമാവൻ്റെ പശനോ മാതോ. ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഇന്നലെ ഒന്ന് വീണിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടനൊന്ന് വീണ് കാല് ചെറുതായി മുറിഞ്ഞ് ആശുപത്രിയിലൊക്കെ പോയി വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് പോയേക്കുന്നത്. അപ്പോൾ കുറേ നേരം കൂടെ എന്നെ നോക്കി പഠിപ്പിക്കുന്നു കേട്ടോ. തിരിച്ചിനി നോക്കി പഠിപ്പിച്ചാലോ? തിരിച്ച് നോക്കി പഠിപ്പിച്ച അന്നേരം നമ്മളെ ചിരിച്ച് മയക്കും കേട്ടോ. അവന് നോക്കി പഠിപ്പിക്കാം, നമുക്ക് നോക്കി പഠിപ്പിക്കാൻ പാടില്ല. അതെന്ത് പരിപാടിയാ? നിനക്ക് നോക്കി പഠിപ്പിക്കത്തില്ല, ഞങ്ങൾക്ക് നോക്കി എനിക്ക് നോക്കി പഠിപ്പിക്കത്തില്ല. ആദൂട്ടിക്ക് നോക്കി അമ്മേനെ പഠിപ്പിക്കാം. അത് കൊള്ളാലോ. അതെന്ത് പരിപാടി അത്? ഞാനും നോക്കി പഠിപ്പിക്കട്ടെ. അതുട്ടി എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇല്ലേ? മനസ്സിലാവാനാണോ പിന്നെ നീ ചിരിക്കുന്നത്? ആടാ അത് ഞങ്ങൾ രണ്ടും കൂടി കൂടിയിട്ടുണ്ടായിട്ടുണ്ടല്ലോ. അത് പുളിയാ. അമ്മ അതുകൂടി കൂടിയ പിന്നെ പുളിയാ. നല്ല വെയിലാണ് കേട്ടോ. മഴയൊക്കെ മാറി. രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ മാറി നല്ല വെയിലാണേ. ഇപ്പം സ്കൂൾ തുറക്കാറായി. എല്ലാവരും സ്കൂൾ തുറക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കൂലേ. എല്ലാവരും തിരക്കിട്ട പണിയിലായിരിക്കും. ഗൂഗ് എന്നൊക്കെ പറയുന്നുണ്ട് അതുട്ടി. അല്ലേ കുറച്ച് നേരം ഇരുന്ന് മാളു ചേച്ചീനെയൊക്കെ ഫോണൊക്കെ വിളിച്ച് കുറച്ച് സങ്കടമൊക്കെ മാറ്റി നമ്മൾ കടയിലൊക്കെ പോവാന്ന് പറഞ്ഞ്. അല്ലേ മോനെ? പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ
സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ പറ്റൂട്ടോ. ഇപ്പം ഞാൻ താമസിച്ചാണ് എണീക്കുന്നത്, വയ്യായികയൊക്കെ ഉള്ളതുകൊണ്ട് താമസിച്ചാണ് എണീക്കുന്നതൊക്കെ. അപ്പോൾ ഒത്തിരി വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം മാത്രമേ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീടും പരിസരവും നമ്മൾ മാത്രമേ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. വേറൊരു വീഡിയോ വേറെ വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും പുറത്ത് പോയി എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം ആദൂട്ടിയും ഞാനും മാളു ചേച്ചിയും എല്ലാവരും കൂടെയുള്ള വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത് അല്ലേ. മാളു ചേച്ചി ഉണ്ണിച്ചേർന്നൊക്കെ വീഡിയോയ്ക്കകത്ത് വരും കേട്ടോ. ഇന്നലെ +2 റിസൾട്ട് വന്നു തോന്നുന്നു. മാളുവിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല കേട്ടോ. മാളുവിൻ്റെ റിസൾട്ട് എന്നാ വരുന്നതെന്ന് അറിയില്ല. +1ൻ്റെ റിസൾട്ട് എന്നാ വരുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അല്ലേ. പിന്നെ ഇന്ന് നമ്മുടെ 2 പേരുടെ വെഡിങ് ആനിവേഴ്സറി ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ മറ്റേ ഇവിടെ വന്നില്ലേ മഹേഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കൂടപ്പുറപ്പാകണമെന്നൊന്നുമില്ല. നമ്മുടെ മഹേഷിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. 15 വർഷമായിട്ടോ. അപ്പോൾ മഹേഷിന് ആദൂട്ടിയുടെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പിന്നെ നമ്മുടെ സുഡുമോൻ ചാനലാണ് കേട്ടോ. അപ്പം പറ്റുന്നവരെല്ലാവരും പോയിട്ട് സുഡുമോൻ്റെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ടാക്കിയൊക്കെ കൊടുക്കണം. നമ്മുടെ സുഡുമോൻ്റെ വെഡിങ് ആനിവേഴ്സറി അവരുടെ പ്രിയങ്കേൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ പ്രിയങ്കയ്ക്കും ആദൂട്ടിയുടെ വക ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. 2 കൂട്ടരും ഒരു 100 വർഷം ജീവിച്ചിരിക്കട്ടെ കേട്ടോ അല്ലേ. അത്ര വേണമെന്ന് അത് ഇരിക്കട്ടെ 100 വർഷം അല്ലേ. നീണ്ടുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാവരും പോയതുകൊണ്ട് ആദൂട്ടിക്ക് വിഷമമാണ്, സങ്കടമാണ്, കൈ കയറി ഇരിക്കുവാണ്. നമ്മളെന്തായാലും 2:30 ആകുമ്പം ലൈവ് വരും കേട്ടോ. ആദൂട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ 2:30 ആകുമ്പോൾ ലൈവ് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആദൂട്ടിക്ക് ഇപ്പം ആദ്യത്തെ പോലത്തെ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ആദൂട്ടി നല്ല സൈലൻ്റാണ്. അടങ്ങി ഒതുങ്ങിയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മ പറഞ്ഞാൽ എല്ലാം അനുസരിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അമ്മ പറഞ്ഞാൽ കേൾക്കുകയല്ലേ. 2-3 ദിവസമായിട്ട് രാത്രിയിൽ ഉറക്കമില്ല കേട്ടോ. ഈ കറണ്ട് പോക്കും വരവും ആയതുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ശരിക്കും ആദൂട്ടിക്ക് ഉറക്കം കിട്ടുന്നില്ല. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഭയങ്കര കറണ്ട് പോക്ക് വരവ് ഇത് തന്നെ കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു ഉറക്കക്കുറവൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ലേ. തുണ്ടിരി കുഞ്ഞുമാവേൻ്റെ കൈയൊക്കെ അയ്യോ കുഞ്ഞുമാവേണോ കൊഞ്ചുന്നതാണ്. കുഞ്ഞുമാവേണോ. അപ്പം ഞങ്ങൾ 2 കൂടി കൂടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വർത്താനമൊക്കെ കേട്ടോ അല്ലേ. കുഞ്ഞുമാവേൻ്റെ കൈയല്ലേ. 1 2 3 4 ഇച്ചിരി ഞങ്ങളുടെ വർത്താനമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ അല്ലേ. ആദൂട്ടി ഇപ്പോൾ പറയുന്നതനുസരിച്ച് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊന്നും മനസ്സിലാവില്ലേലും എന്തൊക്കെയോ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നെഗറ്റീവ് ഇടുന്നവരോട് ഞങ്ങളൊന്നും പറയല കേട്ടോ. നെഗറ്റീവ് ഇടുന്നവരുടെ കമൻറ്റ് ശ്രദ്ധിച്ചോ. നെഗറ്റീവ് ആരിടുന്നോ അവരുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുവാണ് കേട്ടോ. ഇപ്പം നെഗറ്റീവ് ഇടുന്നവരുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ഇടുന്നവരിട്ടോ. പക്ഷേ ആ വീഡിയോ കാണുന്ന അത്രയും പേരെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചത് കാണും കേട്ടോ അല്ലേ മോനെ. അത്രയും പേരത് പിൻ ചെയ്ത് വെച്ചത് കാണുവേ. എവിടെയോ എന്തോ കരിഞ്ഞു മണക്കുന്നുണ്ടല്ലോ. എവിടെയാ നിനക്ക് വരുന്നതോ? ആദൂട്ടിക്കൊന്നുമില്ല. ആദൂട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല. ചേട്ടൻ പോയതിന് സങ്കടം ഉണ്ടോ മോന്? ചേട്ടൻ കൊണ്ടുപോകുന്ന ഒരു സങ്കടം ഉണ്ടോ? ഞാൻ വെറുതെ ഇരുന്നൊരു വീഡിയോ എടുത്താൽ നല്ലൊരു വീഡിയോ ഡിലീറ്റ് ആയി പോയിട്ടോ. അപ്പം വെറുതെ ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ് കേട്ടോ. കാരണം ഒരു വീഡിയോ ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ. ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇതാണ്. പോകാ. എങ്ങോട്ടാ? കല്യാണത്തിന് പോവാ? ആരുടെ കല്യാണം? ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ചിരിച്ചല്ലേ, ചുമ്മാ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടോ? തരുന്ന 2 ആൾക്കാരാണ്. ഒന്നെങ്കിൽ കറണ്ട്, ഒന്നെങ്കിൽ വൈഫൈ. കറണ്ട് ഉള്ളപ്പോൾ വൈഫൈ ഉണ്ടാവില്ല, വൈഫൈ ഉള്ളപ്പോൾ കറണ്ട് ഉണ്ടാവില്ല. എൻ്റെ മോന്തയിലേക്ക് ശ്രദ്ധിച്ചിരിപ്പുണ്ട്. നോക്കിക്കോണേ.
നിനക്ക് മാത്രമേ നോക്കി പഠിപ്പിക്കാൻ അറിയുള്ളൂ. എനിക്ക് നോക്കി പഠിപ്പിക്കാൻ അറിയാം. മ്യൂട്ട് ലൈവ് ഒക്കെ ഇട്ട് വെച്ചിരുന്നതാണ്, പക്ഷേ വൈഫൈ ഇല്ലാത്തത് കൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈഫൈ ഭയങ്കര പ്രശ്നമാണ്. വൈഫൈ ഭയങ്കര പ്രശ്നമാണ്. കണ്ടോ ഇടയ്ക്ക് ഇത് ഒട്ടുമില്ല കേട്ടോ. ഇതിൻ്റെ എനിക്ക് തോന്നേ ഇത് കണ്ടോ, ഒട്ടും ഫാൻ ഒട്ടും കറങ്ങുന്നില്ലേ. ഇതെന്താണെന്നറിയാവോ, നമ്മുടെ മറ്റേ എന്നതാ ഓട്ടേജ് ഇല്ലാതായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതാണ് ഇവിടെ ശരിക്കും ചില സമയം പെട്ടു പോകുന്നുണ്ട് കേട്ടോ, കറണ്ട് കൂടി ഇല്ലാതെ വരുമ്പോൾ. ഇന്നൊക്കെ ഫോണിലൊരു തുള്ളി ചാർജ് ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ വിശേഷമൊക്കെ ഇതാണ്. നാളെ തൊട്ട് നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. എന്ത് വീഡിയോ ആയാലും പുറത്തൊക്കെ പോയി വീഡിയോ ഒന്നും എടുക്കാനില്ലാതെ എന്ത് വീഡിയോ, ഞങ്ങളുടെയൊക്കെ വിശേഷവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. വീണ്ടും നോക്കി പഠിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. അതുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. എന്താണ് അങ്ങോട്ട് നോക്ക്.